ഓക്കെ. ഹലോ, എടാ കേൾക്കുന്നുണ്ടോ? അഭിരാം, അറ്റൻഡൻസ് ഒന്ന് ഞാൻ കോൾ ചെയ്യാം. നിങ്ങള് ആബ്സെന്റ് ആയത് കുറെ പേരുണ്ട് തോന്നുന്നു. 27 നിങ്ങളുടെ സ്ട്രെങ്ത് കാണുന്നു. അപ്പോ ഞാൻ വിളിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് പ്രസന്റ് പറയാം. ഓക്കെ. അഭിരാം പി സുരേഷ്. സാർ പ്രസന്റ് സാർ. അബിൻ ജോഷി. അബിൻ ജോഷി. പ്രസന്റ് സാർ. ഓക്കെ. ആദർശ് കെ കെ. പ്രസന്റ് സാർ. അക്ഷയ് കെ എം. പ്രസന്റ് സാർ. ആൽബിൻ തോമസ്. പ്രസന്റ് സാർ. അമൽ കെ പി. പ്രസന്റ് സാർ. അമൽ കെ സന്തോഷ്. പ്രസന്റ് സാർ. അമൽ എം. അമൽ എം. പ്രസന്റ് സാർ. പ്രസന്റ് സാർ. അനന്തു പി. പ്രസന്റ് സാർ. പ്രസന്റ് സാർ. അനുരാഗ്. ആശ്രയ് കുമാർ. പ്രസന്റ് സാർ. അശ്വിൻ. പ്രസന്റ് സാർ. ഭഗത് വിജയൻ. ഭഗത് വിജയൻ. ഭഗത്തുന്നില്ലേ? ഭഗത്ത് വരും. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. എന്റെ മൈക്കിന് പ്രശ്നമാണോ? നോട്ടെ. Then next, Dijin. Dijin K. എടാ ഞാൻ പറയുന്നത് വിളിക്കുന്നത് കേൾക്കുന്നില്ല നിങ്ങള്? ദിജിനുണ്ടോ? ദിജിനുണ്ടോ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ്, ഫസീദ്ദീൻ. സാർ പ്രസന്റ്. ജിജോരാജ്. ജിജോരാജ്. ജിതിൻ. പ്രസന്റ് സാർ. കാർത്തികേയൻ നമ്പ്യാർ. സാർ പ്രസന്റ്. ഓക്കെ. മൃദുൽ എം. പ്രസന്റ് സാർ. രാഹുൽ പി. ഓക്കെ ഓക്കെ ഓക്കെ. രാഹുൽ. രാഹുൽ പി. രാഹുൽ ഇല്ല അല്ലെ? സൂരജ്. രാഹുലുണ്ട്. സൗരവാർ നമ്പ്യാർ. പ്രസന്റ് സാർ. വിരാഗ് സന്തോഷ്. സാർ ഞാനുണ്ട്. വൈശാഖ്. പ്രസന്റ് സാർ. വൈഷ്ണവ് സി കെ. പ്രസന്റ് സാർ. വൈഷ്ണവ് പി കെ. വൈഷ്ണവ് പി കെ. അല്ലേ? വസീം. വസീം. ദിനിലാൽ. പ്രസന്റ്. ജിഷ്ണു കെ. പ്രസന്റ് സാർ. ജിഷ്ണു മോഹൻ. പ്രസന്റ് സാർ. സാർ ഞാനുണ്ട്. സാർ നിഖിൽ ഗോപാൽ. റോഷിത്. പ്രസന്റ് സാർ. വിഷ്ണു എ പി. പ്രസന്റ് സാർ. തേജസ് മോഹൻ.
Present, sir. ആകാശ് പ്രകാശൻ, Sir. അഭിനവ് ജയൻ, Present, sir. Sir. ഗോകുൽ പ്രസാദ്, Present, sir. സച്ചിൻ സുഷാർ. Present, sir. ഓക്കെ, അപ്പൊ മാത്സിന്റെ ജിജോ രാജ് ഉണ്ടോ? Present, sir. Sir, ഞാൻ വന്നു വൈഷ്ണവ് പി കെ. ഓക്കെ ഓക്കെ. രാഹുൽ, Sir, Andy. വസീം ഇല്ല അല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പം വരും. വരട്ടെ. എനിക്ക് സ്ക്രീന് കാണുന്നുണ്ടോ? Yes. ഓക്കെ അല്ലേ? ഇപ്പൊ സ്ക്രീന് ക്ലിയർ അല്ലേ? ഹലോ, ആരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ആക്കി പറയണം. ഞാൻ മറ്റേ ഗൂഗിൾ മീറ്റ് മിനിമൈസ് ചെയ്ത് വെക്കാം, അപ്പൊ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കാണൂല, സ്ക്രീൻ മാത്രമേ ഇവിടെ കാണുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ ജസ്റ്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇയാളെ പറ്റിയും നമ്മൾ പറഞ്ഞു. തെച്ചിറോ മോറി മെക്കാട്രോണിക്സ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഇൻവെന്റ് ചെയ്ത ആളാണ്. ജാപ്പനീസ് എഞ്ചിനീയർ ആണ്. യസുക്കാവ എന്ന് പറയുന്ന ഇലക്ട്രോണിക് കമ്പനിയുടെ, ജാപ്പനീസ് കമ്പനിയുടെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. 1971 ഈ ഒരു അപ്രോച്ച് ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. എനിവേ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഇന്നലെ ജസ്റ്റ് നമ്മൾ പോയിരുന്നു. അപ്പൊ അതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ കോഴ്സ് ഔട്ട്കംസ്, ഈ സബ്ജക്ട് പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത്. അതായത് ഓരോ സിലബസ് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ഔട്ട്കം ഫിക്സ് ചെയ്തുകൊണ്ടാണ് സിലബസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മെക്കാട്രോണിക്സ് KTUവിന്റെ സിലബസിന്റെ ഔട്ട്കംസ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ബാക്കിയുള്ളവരൊന്ന് മൈക്ക് ഓഫ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ അവിടെ നിന്ന് വണ്ടി പോകുന്നതും ക്ലാസ് എടുക്കുന്നവരെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ 6 സിലബസും 6 ഔട്ട്കം ആയിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. KTU പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കലോടുകൂടി സ്റ്റുഡൻസ് വിൽ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് മെക്കാട്രോണിക് സിസ്റ്റം, സെൻസേഴ്സ് ആൻഡ് എൻകോഡേഴ്സ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് സെൻസറുകൾ, ഓരോ സ്റ്റിമുലികളും അതിനെ മെഷർ ചെയ്യാൻ ആവശ്യമായ സെൻസിങ് ഡിവൈസുകളുടെ വർക്കിംഗുമാണ്. അതിനാണ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ പ്രധാനപ്പെട്ട ഔട്ട്കം ആയിട്ട് പറയുന്നത്. ബേസിക് മെക്കാട്രോണിക് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറും അതേപോലെ സെൻസേഴ്സും. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കലോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റുഡന്റ് വിൽ ഗെയിൻ ദി നോളജ് ഓൺ ദി വാരിയസ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ്. അതായത് സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കണക്ട് ചെയ്യപ്പെട്ട് പറയുന്ന കാര്യമാണ്. സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്, ഒരു പാരാമീറ്റർ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആക്ച്വേഷൻ, അതായത് ഒരു പ്രവൃത്തി നടക്കണം. സോ ഫസ്റ്റ് മൊഡ്യൂൾ സെൻസറിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത മൊഡ്യൂൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കുന്നത് ഈ ആക്ച്വേറ്റിംഗ് ഡിവൈസുകളെ പറ്റിയാണ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത് ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ഹൈഡ്രോളിക് സർക്യൂട്ടും ന്യൂമാറ്റിക് സർക്യൂട്ടൊക്കെ എങ്ങനെ വരക്കാം, അതിന് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഓരോ സർക്യൂട്ട് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കുന്നത്. ദെൻ തേർഡ് മൊഡ്യൂൾ ഞാൻ ഇന്നലെ പറഞ്ഞു, എൻറ്റയർലി ഡിഫറെന്റ് ആണ്, പുതിയൊരു അപ്രോച്ച് ആണ്. മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം, MEMS എന്ന് പറയും. അപ്പൊ അതിൽ വരുന്ന മൈക്രോ സൈസിലുള്ള അല്ലെങ്കിൽ മൈക്രോ റേഞ്ച് സൈസിലുള്ള കുറെ കാര്യങ്ങൾ, സെൻസേഴ്സും കുറെ ഡിവൈസുകളും എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, അതിന് പറയുന്ന കുറച്ച് പ്രോസസ്സുകളുണ്ട്. അതിലൊരു പ്രോസസ്സ് നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ കേട്ടിട്ടുണ്ടാവും, ലിഗാ പ്രോസസ്. ഓർമ്മയുണ്ടോ ലിഗാ പ്രോസസ്? ഞാൻ ഈ ചോദിക്കുന്നതിന് എന്തെങ്കിലും റിപ്ലൈ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതിന് ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറയണേ. ഞാൻ പറഞ്ഞു മീറ്റ് മിനിമൈസ് ചെയ്തിട്ടേക്കാണ്. ലിഗാ പ്രോസസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ സെമ്മിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മൊഡ്യൂളുകളിലായിട്ടായിരിക്കണം നിങ്ങൾക്ക് വരേണ്ടത്. നിങ്ങളെ ഇതിൽ വരുന്നതാണ്, അജയ് സാർ പഠിപ്പിച്ച സബ്ജക്റ്റിൽ വരുന്നതാണ്. ശരിക്കും ഓർമ്മയില്ല. ഇല്ല, ലിത്തോഗ്രഫി പഠിച്ചിട്ടുണ്ടോ? ലിത്തോഗ്രഫി അത് തന്നെയാണ് കേട്ടോ. നമുക്ക് അതൊക്കെ പഠിക്കാം. തേർഡ് മൊഡ്യൂളിൽ വരുന്നത് മൈക്രോ സിസ്റ്റംസ് അല്ലെങ്കിൽ മൈക്രോ സൈസിലുള്ള കുറച്ച് ഡിവൈസുകൾ ഉണ്ടാക്കുന്ന സ്റ്റെപ്പുകളും അതിന് വേണ്ടുന്ന കുറെ പ്രോസസ്സുകളൊക്കെയാണ്.
ദെൻ ഫോർത്ത് മൊഡ്യൂളിലാണ് CNC മെഷീനിലെ മെക്കാട്രോണിക് അപ്രോച്ച്. ഇതിപ്പോ ഏറ്റവും വൈഡായിട്ട് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നതൊക്കെ CNC ബേസ്ഡ് മെഷീൻസ് ആണ്. അതിൽ വരുന്ന കുറെ മെക്കാട്രോണിക് എലമെന്റ്സ് ഉണ്ട്. മെക്കാട്രോണിക് അപ്രോച്ചിലൂടെ വർക്ക് ചെയ്യുന്ന കുറെ എലമെന്റ്സ്, അതിനെ പറ്റിയാണ് ഫോർത്ത് മൊഡ്യൂൾ. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിൽ സിസ്റ്റം മോഡലിംഗ് എന്ന് പറഞ്ഞ് നിങ്ങളെ മോമിലും ഡോമിലൊക്കെ പഠിച്ച കുറച്ച് സാധനങ്ങളാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. സിസ്റ്റം മോഡലിംഗ്, അതായത് മാസ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ, അങ്ങനെയുള്ള കുറെ ടേമുകളൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു സിസ്റ്റം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതും നമുക്ക് ഇപ്പൊ അതിനെപ്പറ്റി പറയുന്നില്ല, ആ സമയത്ത് കൂടുതൽ പഠിക്കാം. ദെൻ സിക്സ്ത് മൊഡ്യൂളിൽ പ്രധാനമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് കേസ് സ്റ്റഡീസ് ആണ്. കുറെ മെക്കാട്രോണിക് അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്ന കുറെ ഉപകരണങ്ങളെ പറ്റിയുള്ള അതിന്റെ പഠനങ്ങൾ, അതായത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും അവിടെ എന്തൊക്കെയാണ് മെക്കാട്രോണിക്സ് ഉള്ളത് എന്നുള്ള കേസ് സ്റ്റഡീസ് ആണ് സിക്സ് മൊഡ്യൂളിൽ പ്രധാനമായിട്ട് വരുന്നത്. അതിന്റെ കൂടെ ഒരു ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു S7 ഇലക്ട്രോണിക്സിലെ ഒരു സബ്ജക്റ്റിന്റെ കുറച്ച് ഭാഗം കൂടി വരുന്നു. ഇത്രയാണ് നമ്മൾ 6 മൊഡ്യൂളിൽ യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യുന്ന ഔട്ട്കംസ്. സോ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് സ്റ്റുഡന്റ് വിൽ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് മെക്കാട്രോണിക് സിസ്റ്റം, സെൻസേഴ്സ് ആൻഡ് എൻകോഡേഴ്സ്. അപ്പൊ എന്താണ് മെക്കാട്രോണിക് സിസ്റ്റം എന്നുള്ളതും അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതും അതേപോലെ ഡിഫറെന്റ് സെൻസേഴ്സിനെ പറ്റിയും എൻകോഡേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ സിലബസ്. ഇൻട്രൊഡക്ഷൻ ടു മെക്കാട്രോണിക്സ്, അതിൽ പറയുന്ന സ്ട്രക്ചർ ഓഫ് മെക്കാട്രോണിക് സിസ്റ്റം. പിന്നെ വരുന്നത് സെൻസേഴ്സിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. പിന്നെ ഓരോ സ്റ്റിമുലികളും മെഷർ ചെയ്യാൻ ആവശ്യമായ സെൻസറുകളെ പറ്റി, അതിന്റെ വർക്കിംഗ്, അതിന്റെ ഫിഗർ, കാര്യങ്ങളൊക്കെ. ടെമ്പറേച്ചർ മെഷർ ചെയ്യണം, ഫ്ലോ മെഷർ ചെയ്യണം, പ്രഷർ, ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനെയുള്ള കുറെ കാര്യം. പിന്നെ എൻകോഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു എലമെന്റിനെ പറ്റി നമ്മൾ പഠിക്കും. അതേപോലെ റിസോൾവേഴ്സ്, അക്കോസ്റ്റിക് എമിഷൻ സെൻസർ, അതേപോലെ വൈബ്രേഷൻ സെൻസർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മൊഡ്യൂളിലേക്ക് ഇന്നലെ പോയതുപോലെ തന്നെ ഒന്നുകൂടി പോവാം. ഇപ്പൊ മെക്കാട്രോണിക്സ്, എങ്ങനെയാണ് മെക്കാട്രോണിക്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇന്നലെ നമ്മൾ കുറെ ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ആക്ച്വലി മെക്കാട്രോണിക്സ്. അപ്പോൾ നമുക്കിപ്പോ ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീന് ക്ലിയർ അല്ലേ വൈഷ്ണവേ? ഓക്കെ. ഇതില് പിന്നെ നമുക്കിപ്പോ മെക്കാട്രോണിക്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 സർക്കിള് എല്ലാം കൂടി കോമൺ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഏരിയയാണ് മെക്കാട്രോണിക്സ് എന്നും അല്ലാതെ വരുന്നതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ഒരു വലിയൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ഇതിൽ നമുക്ക് നോക്കാം. ഇതില് 4 ബേസ് ലെവലാണ് ഉള്ളത്. 4 ബേസ് ലെവൽ പറഞ്ഞാൽ 4 സർക്കിളുകൾ നിങ്ങൾ കാണുന്നില്ലേ? ഒന്നാമത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഒരു സർക്കിൾ ഉണ്ട്, അതേപോലെ ഒരു പിങ്ക് കളറിലുള്ള സർക്കിൾ ഉണ്ട് അല്ലെ, മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ സർക്കിൾ ഉണ്ട്. അതേപോലെ കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയറിംഗ്, ഇതൊരു ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയറിംഗ്. അതേപോലെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, അതായത് CS, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ അല്ലെ? ഈ 4 ഡിപ്പാർട്ട്മെന്റുകളെ ഇതിനെ നമ്മൾ ബേസ് ലെവൽസ് എന്നാ പറയാം. മെക്കാട്രോണിക്സിന്റെ ബേസ് ലെവൽസ് എന്നാണ് പറയാം. അപ്പം ഇവിടെ ഇപ്പൊ ഈ ഫിഗറിൽ 4 കാണിച്ചിട്ടുള്ളൂ. പക്ഷെ 4 മാത്രം നമുക്ക് ഒരിക്കലും ഈ 4 മാത്രമാണ് മെക്കാട്രോണിക്സിന്റെ ബേസ് ലെവൽസ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കേ. ഇതിലിപ്പം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ പിങ്ക് കളർ സർക്കിളും അതേപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ സർക്കിളും കൂടി കോമൺ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ അല്ലെ. ഞാൻ ഈ ഒരു യെല്ലോ കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഈ 2 സർക്കിളിലെയും കോമൺ ഏരിയ ഈ കാണിച്ചേക്കുന്നത്. അവിടെ എന്താണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം. ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം, അതായത് 2 ബേസ് ലെവൽ സിസ്റ്റങ്ങൾ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് പുതിയൊരു സിസ്റ്റം കിട്ടി. ദാറ്റ് ഈസ് ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം. ഇതിനെ നമ്മൾ ലെവൽ 1 സിസ്റ്റം ഓഫ് മെക്കാട്രോണിക്സ് എന്ന് പറയാം. ലെവൽ 1 സിസ്റ്റം. അപ്പോൾ ഒരു ലെവൽ 1 സിസ്റ്റം കിട്ടി ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം. വേറൊരു ലെവൽ 1 സിസ്റ്റം ഇലക്ട്രിക്കൽ സിസ്റ്റവും കമ്പ്യൂട്ടർ സിസ്റ്റവും. ഇലക്ട്രിക്കൽ സിസ്റ്റവും കമ്പ്യൂട്ടർ സിസ്റ്റവും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ഈ ലെവൽ 1 സിസ്റ്റത്തിന് ഒരു പേര് കൊടുത്തു, ദാറ്റ് ഈസ് ഡിജിറ്റൽ സർക്യൂട്ട്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡിജിറ്റൽ പാരാമീറ്റേഴ്സ് ആണ് കമ്പ്യൂട്ടറിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പം കമ്പ്യൂട്ടറും ഇലക്ട്രിക്കലും കൂടി ചേരുമ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടും കമ്പ്യൂട്ടറിന്റെ ഡിജിറ്റൽ ലോജിക്സും കൂടി വരുമ്പോൾ ദാറ്റ് ഈസ് ഡിജിറ്റൽ സർക്യൂട്ട്. അതേപോലെ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ബേസ് ലെവലും കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ബേസ് ലെവലും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ പുതിയൊരു ലെവൽ 1 സിസ്റ്റം നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡിജിറ്റൽ ഇന്റർഫേസ് ആണ്, അതിൽ നമുക്ക് ഔട്ട്പുട്ട്. കൺട്രോൾ സിസ്റ്റവും കൂടി ചേരുമ്പോൾ ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം. ഇതും ഒരു ലെവൽ 1 സിസ്റ്റം ഓഫ് മെക്കാട്രോണിക്സ് ആണ്. ദെൻ മെക്കാനിക്കൽ സിസ്റ്റവും കൺട്രോൾ സിസ്റ്റവും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന
പുതിയൊരു ലെവൽ 1 സിസ്റ്റമാണ് ആക്ച്വേറ്റേഴ്സ് ആൻഡ് സെൻസേഴ്സ്. ആക്ച്വലി എല്ലാ സെൻസറുകളും എന്താണ് മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെയും കൺട്രോൾ സിസ്റ്റത്തിന്റെയും കോമ്പിനേഷനാണ്. ഇത്രയും ക്ലിയർ ആണോ? അതായത് മെക്കാട്രോണിക്സിന്റെ ഡിഫറെന്റ് ലെവൽസ് ആണ് നമ്മൾ പറയുന്നത്. മെക്കാട്രോണിക്സിന് കുറെ ബേസ് ലെവലുകളുണ്ട്, അതിൽ 4 ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതിൽ ഏതെങ്കിലും 2 ബേസ് ലെവൽ കൂടി ചേരുമ്പോൾ നമുക്കൊരു ലെവൽ 1 സിസ്റ്റം കിട്ടും അല്ലെ? അങ്ങനെ 4 ലെവൽ 1 സിസ്റ്റം ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ലെവൽ 2 സിസ്റ്റം. ലെവൽ 2 സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും 3 ബ്രാഞ്ചുകളുടെ കോമ്പിനേഷൻ. എടാ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനൊരു ലെവൽ 2 സിസ്റ്റം ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ ഒരു അനലോഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതൊന്ന് നോക്കിയിട്ട് വൈഷ്ണവ് സിക്ക് നീ തന്നെ പറഞ്ഞു ഏതൊക്കെ ബേസ് ലെവലുകളുടെ കോമ്പിനേഷൻ ആണ് അനലോഗ് സർക്യൂട്ട്? ഡിജിറ്റൽ സർക്യൂട്ടും ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ്. അല്ല ബേസ് ലെവലാണ് ചോദിച്ചത്, ലെവൽ 1 അല്ല ചോദിച്ചത്. 3 ബേസ് ലെവലുകളുടെ വരുന്നതാണത്. 3 ബേസ് ലെവലുകൾ ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, മെക്കാനിക്കൽ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ വരുന്നുണ്ട്. അപ്പൊ 3 ബേസ് ലെവലുകൾ കൂടി ചേർന്നപ്പോൾ നമുക്ക് അനലോഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലെവൽ 2 സിസ്റ്റം കിട്ടി. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്ന് ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. മൈക്രോ കൺട്രോൾ. ഇതിന്റെ ബേസ് ലെവലുകൾ ഏതൊക്കെയാണ്? മൈക്രോ കൺട്രോളേഴ്സിന്റെ വൈശാഖ് ഇല്ലേ? വൈശാഖ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. 3 ബേസ് ലെവലുകൾ കൂടിയിട്ടാണ് മൈക്രോ കൺട്രോൾ സിസ്റ്റം ലെവൽ 2 സിസ്റ്റം ആയത്. ഏതൊക്കെയായിരിക്കും? കമ്പ്യൂട്ടർ ഉണ്ട്, ഇലക്ട്രിക്കൽ, ഡിജിറ്റൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, കൺട്രോൾ സിസ്റ്റം. ഓക്കെ. ദെൻ വേറൊരു ലെവൽ 2 സിസ്റ്റം ഇവിടെ സിമുലേഷൻ പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. സിമുലേഷൻ. ഇതിന്റെ ബേസ് ലെവലുകൾ ഏതൊക്കെയാണ്? നമുക്കിപ്പം ആരോട് ഇപ്പൊ ചോദിക്കാം. നമ്മളെ റോൾ നമ്പർ 7. ആരാടാ? റോൾ നമ്പർ 7. എടാ വൈശാഖ് ആരാ? 7 ആരാ? ആരെങ്കിലും പറ. അമൽ കെ പി ഉണ്ടോ? ഉണ്ട്, അമൽ കെ പി ഉണ്ട്. ഞാൻ പക്ഷേ 7 അല്ല, 6 ആണ്. ഞാൻ പറയുവാണെങ്കിൽ സിമുലേഷൻ എന്നുള്ളതിന്റെ ബേസ് ലെവലുകൾ ഏതൊക്കെയാണ്? നമുക്ക് ആ ഫിഗർ നോക്കിയാൽ തിരിയും. 3 ബേസ് ലെവലുകൾ കൂടി ചേരുമ്പോഴാണ് ആ ഒരു സിമുലേഷൻ എന്നുള്ള ഒരു ലെവൽ 2 വന്നത്. ഒന്ന് ഡിജിറ്റൽ കൺട്രോൾ ബേസ് ലെവൽ ആണ് ചോദിച്ചത്. കൺട്രോൾ സിസ്റ്റം, പിന്നെ മെക്കാനിക്കൽ സിസ്റ്റം, പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റം കറക്റ്റ് ആണ്. അതേപോലെ തന്നെ ഒരു ലെവൽ 2 കൂടി ഉണ്ട്, സിസ്റ്റം മോഡൽസ് എന്ന് പറഞ്ഞ മെക്കാനിക്കലും ഇലക്ട്രിക്കലും കൺട്രോൾ സിസ്റ്റവും കൂടി ചേരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ലെവൽ 2 സിസ്റ്റം ഓഫ് മെക്കാട്രോണിക്സ് എന്നാ പറയാം. ഇനി അടുത്ത സ്റ്റേജ് ലെവൽ 3, ദാറ്റ് ഈസ് പ്യുവർലി മെക്കാട്രോണിക്സ്. ഈ പറയപ്പെടുന്ന എല്ലാം കൂടി ചേരുന്നത് ബേസ് ലെവലും ലെവൽ 1ഉം ലെവൽ 2ഉം കൂടി ചേരുമ്പോഴാണ് മെക്കാട്രോണിക് അപ്രോച്ച് എന്ന് പറയുന്ന ഈ വലിയ അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു വലിയ കൺസെപ്റ്റ് തന്നെ ഉണ്ടാവുന്നത്. സോ നമുക്ക് മെക്കാട്രോണിക്സ് എന്നുള്ളത് ഒരിക്കലും വെറും മെക്കാനിക്കലിന്റെ മാത്രം എന്നൊരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല, വെറും ഇലക്ട്രോണിക്സിന്റെ ആണെന്ന് മാത്രം അവകാശപ്പെടാൻ പറ്റില്ല. ഈ പറയപ്പെടുന്ന എല്ലാ ബ്രാഞ്ചിന്റെയും കോമ്പിനേഷൻ ആണ്, ഒരു ലെവൽ 3 ഡെവലപ്മെന്റ് ആണ് മെക്കാട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷെ ഈ പേര് മെക്കാട്രോണിക്സ് എങ്ങനെയാണ് ഈ ഒരു പേര് ഇൻവെന്റ് ചെയ്തെന്നുള്ളതാണ് തൊട്ടപ്പുറത്തെ ഫിഗറിൽ ഒരു ഫ്ലോ ചാർട്ട് കാണിച്ചിരിക്കുന്നത്. മെക്കാനിസത്തിൽ നിന്നുള്ള മെക്കായും ഇലക്ട്രോണിക്സിൽ നിന്നുള്ള ട്രോണിക്സ് എന്നുള്ള ആ ഒരു വേർഡും കൂടി കമ്പൈൻ ചെയ്തപ്പോഴാണ് മെക്കാട്രോണിക്സ് എന്നുള്ള ഈ ഒരു വേർഡ് ഇൻവെന്റ് ചെയ്തത്. സോ ഡെഫിനിഷൻ ഓഫ് മെക്കാട്രോണിക്സ് പറ്റുകയാണെങ്കിൽ നോട്ട് ചെയ്യണം. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഡെഫിനിഷൻ. ഏത് എക്സാമിൽ ചോദിച്ചാലും എഴുതേണ്ടുന്ന ഒരു ഡെഫിനിഷനാണിത്. This is the synergistic integration of mechanical engineering with electronics and intelligent control algorithms in the design and manufacture of product process. മെക്കാനിക്കലും ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റവും ഇന്റലിജന്റ് സിസ്റ്റം എല്ലാം ഇന്റലിജന്റ് കൺട്രോൾ സിസ്റ്റവും അൽഗോരിതംസും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത്
ഒരു മാനുഫാക്ചറിങ് പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും ഒരു റോബോട്ടിക് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു മെക്കാട്രോണിക് അപ്രോച്ച് വരുന്നത്. സോ ഇതിന്റെ പ്രൈം എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇൻഡസ്ട്രിയൽ റോബോട്ടാണ്. നമുക്കറിയാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റോബോട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ ആക്ച്വേറ്റേഴ്സ്, അതായത് മോഷൻ വേണമെങ്കിൽ അവിടെ എന്ത് വേണം, മോഷൻ കൊടുക്കാൻ ആക്ച്വേറ്റിംഗ് ഡിവൈസുകൾ വേണം. ഈ മോഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെ കുറെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വേണം. ദെൻ ഈ മോഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അതിൽ കുറച്ച് ഇലക്ട്രോണിക് സർക്യൂട്ട് വേണം, പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വേണം. ഇതൊക്കെ കൂടി ചേർന്ന് ഇതിന്റെ കൺട്രോൾ സിസ്റ്റം വേണം. ഇതൊക്കെ കൂടി ആകുമ്പോഴേ ഒരു റോബോട്ട് ഫൈനലായിട്ട് പുറത്തു വരുന്നുള്ളൂ. സോ ഇൻഡസ്ട്രിയൽ റോബോട്ടാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഫോർ മെക്കാട്രോണിക്സ്. Then mechatronics can also be termed as replacement of mechanics with electronics or enhanced mechanics with electronics. അതായത് മെക്കാനിസം, നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററുകളിലൊക്കെ ഒരുപാട് മെക്കാനിക്സ് ഓഫ് മെഷീനറിയും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് അതിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ അതിന്റെ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ ഒരു മൂവ്മെന്റ് കൺസ്ട്രെയിൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ ഇലക്ട്രോണിക്സും ഈ പറഞ്ഞ കൺട്രോൾ സിസ്റ്റവും ഇതിന്റെ ഇലക്ട്രിക്കൽ അപ്രോച്ചും എല്ലാം കൂടി ചേരുമ്പോഴാണ് മെക്കാട്രോണിക്സ് ഇൻവെന്റ് ചെയ്യുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. നമ്മള് വണ്ടിക്കകത്തൊക്കെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഉണ്ട്, അതായത് MPFI എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ വണ്ടിക്കകത്തുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഒക്കെ മെക്കാട്രോണിക് അപ്രോച്ചാണ്. അതായത് അതിനകത്ത് വണ്ടിക്കകത്ത് എഞ്ചിനകത്തേക്ക് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത് റെഗുലർ ഇന്റർവെല്ലിലാണ്, അതേപോലെ കറക്റ്റ് എമൗണ്ടിലാണ്. ഈ എമൗണ്ടും ഇതിന്റെ ടൈമിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് കുറെ കൺട്രോൾ സിസ്റ്റവും ഇലക്ട്രോണിക് സർക്യൂട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. സോ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മെക്കാട്രോണിക് അപ്രോച്ച് ആണ്. ഇത് ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്. ഈ ഫിഗറിനകത്ത്, ഫിഗർ ക്ലിയർ അല്ലേ? ഈ ഫിഗർ എന്താ അറിയോ, ഒരു ടൈമർ സർക്യൂട്ട് ആണ്. ഫിഗർ 1.1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ടൈമർ സർക്യൂട്ട് ആണ്. ഇതൊരു ക്യാം പ്രൊഫൈലാണ്. അത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ ഷേപ്പിൽ, ഒരു ഓവൽ ഷേപ്പിലുള്ള സാധനം ക്യാം മനസ്സിലാകുന്നില്ലേ? ഈ ക്യാമിന്റെ റൊട്ടേഷൻ അനുസരിച്ച് മേലെ ഒരു ബാർ ഉണ്ട്. ടു ആൻഡ് ഫ്രോ മോഷൻ കിട്ടുന്ന ഒരു റോളർ ഫോളോവർ വെച്ചിട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ കിട്ടുന്ന ഒരു ബാർ ഉണ്ട്. അത് ടൈമർ യൂണിറ്റ് ആയിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ റൊട്ടേഷൻ സ്പീഡും അതിനൊക്കെ അനുസരിച്ച് ടൈമർ കൺട്രോൾ ചെയ്ത് വരുന്നത്. തൊട്ടിപ്പുറത്തെ ഫിഗറിൽ മേലയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങളെ വാച്ചിന്റെ ഒരു സർക്യൂട്ട്. അത് എനിക്ക് തോന്നുന്നു അത്ര ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. ഒരു വാച്ചിന്റെ ഡയലിന്റെ ബാക്ക് സൈഡ് ആയത്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഇവിടെയൊക്കെ കുറെ ഗിയറുകളുണ്ട്. നമ്മുടെയൊക്കെ വാച്ചിന്റെ ഡയൽ അയച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി പഴയ വാച്ചുകളാണെങ്കിൽ ആ ഗിയറുകളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ടൈമർ സർക്യൂട്ട് ക്യാമിൽ നിന്നും മാറി ഗിയറിലേക്ക് വന്നു. ഗിയർ സിസ്റ്റത്തിൽ നിന്നും മാറി ഇപ്പോ നിങ്ങളൊക്കെ മോസ്റ്റ് ഓഫ് ദി കേസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാച്ചാണ് ഇവിടെ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിജിറ്റൽ വാച്ച് എന്ന് പറയുന്നത്. ഹലോ കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലടാ? അപ്പോ നമ്മൾ ഈ ക്യാം പ്രൊഫൈൽ, ടൈമറിന്റെ ക്യാം പ്രൊഫൈലൊക്കെ മാറി ഗിയർ സിസ്റ്റത്തിലേക്ക് വന്നു. അതും മാറി ഇപ്പൊ ഡിജിറ്റൽ സർക്യൂട്ടായി. അപ്പൊ അവിടെ വലിയൊരു റീപ്ലേസ്മെന്റ് നടന്നിട്ടുള്ളത്. മെക്കാനിസം എന്ന് പറയുന്ന ഇത് ക്യാം പ്രൊഫൈൽ മെക്കാനിസത്തെ ഡിജിറ്റൽ സർക്യൂട്ടിലേക്ക് വലിയൊരു ഇൻവെൻഷൻ നടന്നപ്പോഴാണ് നമുക്ക് പല ഡിജിറ്റൽ സർക്യൂട്ടുകളും ഈ പറയുന്ന വാച്ചിന്റെ കേസിലാണെങ്കിലും ഈ രീതിയിലേക്കൊക്കെ മാറിയത്. വേറൊരു ഇൻവെൻഷനാണ് നമ്മുടെ വണ്ടി. പണ്ട് കാലത്ത് ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള എല്ലാ വണ്ടികളും, നമ്മൾ ഈ അടുത്ത് പൃഥ്വിരാജിന്റെ ഒരു പടത്തിലുണ്ടായിരുന്നു ഈ ടൈപ്പ് വണ്ടി. പടത്തിന്റെ പേര് 9 ആണോ? ക്രാങ്ക് ചെയ്തിട്ട് ഓണാക്കുന്ന 9ലല്ലേ? അപ്പം ഇവിടെ ഫസ്റ്റില് പുള്ളിക്കാരൻ ക്രാങ്ക് ചെയ്യുന്നതാണ്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്രാങ്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കുന്ന സെറ്റപ്പിൽ നിന്നും മാറി കീ ഇഗ്നീഷനിലേക്ക് എത്തി. സെക്കൻഡ് ഡെവലപ്മെന്റിലേക്ക് എത്തി കീ ഇഗ്നീഷൻ. അതും മാറി ഇപ്പൊ എന്തായിട്ടുണ്ട്, റിമോട്ട് കൺട്രോൾഡ് ഇഗ്നീഷനായി മാറി. അപ്പം മെക്കാനിസം, ഈ ക്രാങ്കിങ് എന്നുള്ള മെക്കാനിസത്തെ ഡിജിറ്റലി കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മെക്കാട്രോണിക് അപ്രോച്ചിലേക്ക് ഓട്ടോമൊബൈൽ ഫീൽഡും ഡെവലപ്പ് ചെയ്തു. ഓട്ടോമൊബൈൽ കാര്യം എടുക്കുകയാണെങ്കിലും അവിടെയൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഡെവലപ്മെന്റ്സിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരുപാട് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗുകളുടെ കോമ്പിനേഷൻ ആണ്. സിനർജിസ്റ്റിക് ഇന്റഗ്രേഷൻ, ആ ടേം ഓർമ്മ വേണേ. സിനർജിസ്റ്റിക് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് മെക്കാട്രോണിക് സിസ്റ്റം? നമുക്കിപ്പോ ഇവിടെ 6 എലമെന്റ്സ് ആ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈ 6-ലൊന്നും ഒതുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു
നിങ്ങൾക്ക് ഏതൊക്കെ ബ്രാഞ്ചുകൾ അറിയോ ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് മെക്കാട്രോണിക്സ് വരുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട 6 നമ്മൾ NDT പഠിക്കുമ്പോൾ നമ്മൾ 15ഓളം NDT ടെക്നിക്കുകളെ പറ്റി പറഞ്ഞെങ്കിലും പ്രധാനപ്പെട്ട 6 മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. അതേപോലെ മെക്കാട്രോണിക്സിൽ ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ ഏറ്റവും നെസസറി ആയിട്ടുള്ള എലമെന്റുകളെ പറ്റി മാത്രം ജസ്റ്റ് നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്യുന്നേ ഉള്ളൂ. ഒന്ന് മെക്കാനിക്കൽ സിസ്റ്റം ആണ്, മറ്റൊന്ന് ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ്, പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം, ഇൻഫർമേഷൻ സിസ്റ്റം, സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്, അതൊരു ലെവൽ 1 സിസ്റ്റം ആണ്. അതായത് മെക്കാനിക്കൽ സിസ്റ്റവും കൺട്രോൾ സിസ്റ്റവും കൂടി ചേരുമ്പോഴാണ് സെൻസേഴ്സ് ആക്ച്വേറ്റേഴ്സ് ഉണ്ടാകുന്നത്. ദെൻ റിയൽ ടൈം ഇന്റർഫേസിങ്, നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആകാൻ വേണ്ടി സ്ട്രക്ചർ ഓഫ് മെക്കാട്രോണിക് സിസ്റ്റം. ഈ ഫിഗർ നിങ്ങളുടെ സെമസ്റ്ററിലെ സിലബസിനകത്ത് കൃത്യമായിട്ട് പറയേണ്ട സ്ട്രക്ചർ ഓഫ് മെക്കാട്രോണിക് സിസ്റ്റം. അപ്പം ഒരു ബേസ് സ്ട്രക്ചർ ആണ്. ഇത് തന്നെയാണ് എല്ലാ സിസ്റ്റത്തിലും എന്ന് വാശി പിടിക്കാൻ കഴിയില്ല. കാരണം ഓരോ സിസ്റ്റത്തിന്റെയും ഫംഗ്ഷനിങ് അനുസരിച്ചിട്ട് അതിന്റെ സ്ട്രക്ചർ മാറും. ഇതൊരു ബേസ് സ്ട്രക്ചർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു ബ്ലൂ കളറിൽ ഒരു റെക്ടാങ്കിൾ കാണാം, ഗ്രീൻ കളർ ഉണ്ട്, ഒരു ഗ്രേ കളർ ഉണ്ട്, ഓറഞ്ച് കളർ ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട് ബ്ലൂ കളർ, ദെൻ ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്, ദെൻ റിയൽ ടൈം ഇന്റർഫേസിങ് ആ ഗ്രേ കളറിലുള്ളത്, പിന്നെ ഗ്രാഫിക് ഡിസ്പ്ലേസ് ഉണ്ട്, പിന്നെ അതിനിടയിൽ എയറോ മാർക്കിന്റെ ഇടയിൽ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റും കൂടിയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് നമുക്കൊരു എക്സാമ്പിൾ ഇട്ടിട്ട് പറയാം. ഈ ഒരു മെക്കാട്രോണിക് സ്ട്രക്ചറിനെ ഞാനൊരു എക്സാമ്പിൾ ഇട്ടിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ AC എന്ന് പറയുന്ന സാധനമുണ്ട്, AC യൂണിറ്റ്, സ്പ്ലിറ്റ് AC യൂണിറ്റ്. അപ്പോൾ നമ്മളത് ഓൺ ആക്കിയതിന് ശേഷം, നമ്മൾ അതിനകത്തേക്ക് കറണ്ട് ഇൻപുട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റിമോട്ട് എടുത്തിട്ട് ടെമ്പറേച്ചർ, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൊടുത്ത ഇൻപുട്ടിനെ ഈ പറയുന്ന AC യൂണിറ്റിനകത്തുള്ള ആരോ ഒരാൾ റീഡ് ചെയ്യുന്നുണ്ട്. ദെൻ അയാൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ റൂമിലെ ടെമ്പറേച്ചർ കണ്ടീഷനെ മെഷർ ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പോ നമ്മൾ കൊടുത്ത ഇൻപുട്ടും നിലവിലത്തെ കണ്ടീഷനും തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഒരു എറർ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. ഞാനിപ്പോ 18 റിമോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്, പക്ഷെ എന്റെ റൂം ടെമ്പറേച്ചർ അതിനേക്കാളും മുകളിലാണെങ്കിൽ ആടെ ഒരു കമ്പാരിസൺ എറർ വരും. അപ്പം ഞാൻ സെറ്റ് ചെയ്തതും നിലവിലെ കണ്ടീഷനും തമ്മിലുള്ള എറർ നമ്മൾ മെഷർ ചെയ്യും. അപ്പോൾ അതാണ് ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിനകത്ത് സെൻസർ എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. സെൻസർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ സ്പ്ലിറ്റ് AC യൂണിറ്റിനകത്ത് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ തെർമോകപ്പിൾ, ഇവിടെ ഒരു തെർമോകപ്പിൾ കാണിച്ചിട്ടുണ്ട്. തെർമോകപ്പിൾ പോലുള്ള ഒരു സെൻസിങ് ഡിവൈസ് ആണ് AC-യിലുള്ളത്. അപ്പൊ നമ്മുടെ എക്യുപ്മെന്റ് അനുസരിച്ചിട്ട് ഈ സെൻസർ മാറുവേ. ഇപ്പം AC പറഞ്ഞുകൊണ്ട് ഞാൻ തെർമോകപ്പിൾ പറഞ്ഞു. സോ തെർമോകപ്പിൾ എന്ത് ചെയ്യും, ഞാൻ കൊടുത്ത ഇൻപുട്ടിനെയും നിലവിലത്തെ കണ്ടീഷനെയും മെഷർ ചെയ്യും. മെഷർ ചെയ്തതിന് ശേഷം ആ ഒരു എറർ ഉണ്ടാവുമല്ലോ, അതാണ് അവിടുത്തെ ഇൻപുട്ട് കണ്ടീഷൻ, ഇൻപുട്ട് സിഗ്നൽ ആയിട്ട് വരുന്നത്. ആ ടെമ്പറേച്ചർ എററിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്ട് സിഗ്നലിനെ AC യൂണിറ്റിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഈ പറയുന്ന ഇൻപുട്ട് സിഗ്നൽ കണ്ടീഷൻ യൂണിറ്റിലൂടെ അയക്കും, അതായത് സർക്യൂട്ടിലൂടെ പാസ് ചെയ്യും. അപ്പൊ ഈ ടെമ്പറേച്ചർ ഡിഫറൻസിനെ ആവശ്യമായ രീതിയിലുള്ള ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ഡിജിറ്റൽ കൺട്രോൾ ആർക്കിടെക്ചർ വെച്ചിട്ട് എന്ത് ചെയ്യും, കൺവേർഷൻസ് നടത്തും. അവിടെ ഈ AC സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായ പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്ത്. അപ്പോൾ അതിനകത്ത് അതിൽ സെറ്റ് ചെയ്ത പ്രോഗ്രാമിനനുസരിച്ച് അടുത്ത യൂണിറ്റിലേക്ക്, ദാറ്റ് ഈസ് റിയൽ ടൈം ഇന്റർഫേസിലേക്ക് അവിടുന്ന് ഒരു സിഗ്നലിനെ പാസ് ചെയ്യും. അപ്പോൾ അവിടുന്ന് ഇവർ ഈ ഡിജിറ്റൽ കൺട്രോൾ ആർക്കിടെക്ചർ കൊടുക്കുന്ന പ്രോഗ്രാംഡ് ഡാറ്റയെ ഇവിടെ കൊണ്ടുവന്ന് ഒന്നുകൂടി കണ്ടീഷൻ ചെയ്യും. എന്നിട്ട് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം കൺട്രോളർ യൂണിറ്റിലേക്ക് ഈ ഒരു ബോക്സിനകത്തേക്ക് പാസ് ചെയ്യും. അപ്പൊ കൺട്രോളർ യൂണിറ്റ് തീരുമാനിക്കും ഇപ്പൊ ഉള്ള ടെമ്പറേച്ചർ. ഞാനൊരു എക്സാമ്പിൾ പറയാണ്, 26 ആണ്, എനിക്ക് വേണ്ടത് 18 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ചേഞ്ച്, ഈ ഒരു എറർ കുറക്കാൻ ആവശ്യമായ കൺട്രോളിങ് ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ AC യൂണിറ്റിനകത്ത് ഒരു യൂണിറ്റ് ഉണ്ട്, കംപ്രസർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പൊ ആ കംപ്രസറിനോട് പറയുകയാണ്, കൺട്രോളർ യൂണിറ്റ് ഇവിടുന്നൊക്കെ വന്ന ഡാറ്റാസ് വെച്ചിട്ട് ഈ കംപ്രസർ യൂണിറ്റ്, ആക്ച്വേറ്റർ എന്നാണ് നമ്മൾ കംപ്രസർ യൂണിറ്റിനെ, പ്രധാനമായിട്ടും മോട്ടോറുകളൊക്കെയാണ് വരുന്നത്. മോട്ടോർ, ഹൈഡ്രോളിക് സർക്യൂട്ട്, ന്യൂമാറ്റിക് സർക്യൂട്ട് ഒക്കെയാണ് ആക്ച്വേറ്റർ ആയിട്ട് വരിക. അപ്പോൾ ഈ പറഞ്ഞ കംപ്രസർ യൂണിറ്റിലേക്ക് കൺട്രോൾ യൂണിറ്റ് ആ ഒരു എറർ ഫ്രീ അല്ലെങ്കിൽ എറർ ഒഴിവാക്കാൻ വേണ്ടി ആവശ്യമായ വർക്ക് എത്രയാണെന്നുള്ളത് ഇയാൾക്ക് ഈ കൺട്രോളർ യൂണിറ്റ് എന്ത് ചെയ്യും, ഒരു സിഗ്നൽ പാസ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും കംപ്രസർ യൂണിറ്റ് വർക്ക് ചെയ്യും. കംപ്രസർ യൂണിറ്റ് വർക്ക് ചെയ്തതിന് ശേഷം ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ റൂം ടെമ്പറേച്ചർ കുറച്ച് വരുമ്പോൾ ഇപ്പൊ 26 ഉള്ളത് അടുത്ത മൊമെന്റിൽ ഒരു 23 ആയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഈ സെൻസർ തെർമോകപ്പിൾ വീണ്ടും എന്ത് ചെയ്യും, ഇപ്പോഴത്തെ റൂം കണ്ടീഷൻ
മെഷർ ചെയ്യും. അപ്പൊ 23 ആണ്, എനിക്ക് വേണ്ടത് 18 ആണ്. അപ്പൊ 5 യൂണിറ്റിന്റെ എറർ ഉണ്ട്. വീണ്ടും ഇതേപോലെ ഇൻപുട്ട് സിഗ്നൽ കണ്ടീഷനിലേക്ക് കൊടുക്കും, ഡിജിറ്റൽ കൺട്രോൾ ആർക്കിടെക്ചർ, ഔട്ട്പുട്ട് സിഗ്നൽ കണ്ടീഷനിങ്, വീണ്ടും കൺട്രോളറിലേക്ക് ആക്ടിവിറ്റി എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യും, വീണ്ടും ഈ പറയുന്ന നമ്മുടെ കംപ്രസർ യൂണിറ്റ് വർക്ക് ചെയ്യും. ഇതിങ്ങനെ കുറഞ്ഞ് എറർ ഇല്ലാതാവും, അതായത് 18 വരെ എത്തുന്നത് വരെ ഇതിങ്ങനെ ഒരു ക്ലോസ്ഡ് സൈക്കിൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മുടെ വീട്ടിനകത്ത് യൂസ് ചെയ്യുന്ന സ്പ്ലിറ്റ് AC എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെക്കാട്രോണിക് അപ്രോച്ചിലുള്ള അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റം അപ്രോച്ചിലുള്ള എലമെന്റ് ആണ്. അതായത് നമ്മൾ അവിടെ നിന്ന് ഒരു ഇൻപുട്ട് സെൻസർ ഉപയോഗിച്ച് സെൻസ് ചെയ്യുന്നു, അതിനകത്ത് നിന്നും വരുന്ന ഡാറ്റാസിനെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലും ഇലക്ട്രോണിക് സിസ്റ്റത്തിലും കൺട്രോൾ സിസ്റ്റത്തിലേക്കൊക്കെ അയച്ച് ആക്ച്വേറ്ററിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് വീണ്ടും സെൻസ് ചെയ്യുന്നു. അങ്ങനെ എറർ ഫ്രീ ആകുന്നത് വരെ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു. സോ നമുക്ക് അതിനിടയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫിക് ഡിസ്പ്ലേസ് ഉള്ളത്. അപ്പം ഡിസ്പ്ലേ യൂണിറ്റ് നമുക്ക് ആവശ്യമായ ഡാറ്റാസ് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അത് LED യൂണിറ്റ് പോലെ LCD, CRT, ഡിജിറ്റൽ ഡിസ്പ്ലേ യൂണിറ്റുകളൊക്കെയാണ് പൊതുവെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോ എക്യുപ്മെന്റ് അനുസരിച്ചിട്ട് ഡിഫറെന്റ് സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ഓറിയന്റേഷനിലുള്ള ഗ്രാഫിക് ഡിസ്പ്ലേസ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതാണ് സിമ്പിൾ ആയിട്ട് ഒരു മെക്കാട്രോണിക് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ. അത് മെക്കാനിക്കൽ സിസ്റ്റം വേണം. മെക്കാനിക്കൽ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും ആക്ച്വേറ്റേഴ്സും സെൻസേഴ്സും ആയിരിക്കും. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലാകുമ്പം ഇൻപുട്ട് സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ടുകളായിരിക്കും, അതേപോലെ ലോജിക് സർക്യൂട്ടുകൾ ഉണ്ടാവും. അവിടെ നിന്ന് റിയൽ ടൈം ഇന്റർഫേസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിലേക്ക് പോകും. അവിടെ ആവശ്യമായ ആംപ്ലിഫിക്കേഷനും എന്തെങ്കിലും പുതിയ മോഡിഫിക്കേഷൻസും വേണമെങ്കിൽ ഇലക്ട്രോണിക് മോഡിഫിക്കേഷൻസ് ചെയ്യും. ദെൻ കൺട്രോളർ യൂണിറ്റിലേക്ക് അയക്കും. കൺട്രോളർ യൂണിറ്റ് വീണ്ടും മെക്കാനിക്കൽ സിസ്റ്റമായിട്ട് കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്ത് ഇതൊരു ക്ലോസ്ഡ് സൈക്കിൾ പോലെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇത് തന്നെ എല്ലാ സ്ട്രക്ചർ നമ്മുടെ എക്യുപ്മെന്റ് അനുസരിച്ചിട്ട് ഈ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തും നിങ്ങളുടെ സിലബസിനകത്തൊക്കെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സ്ട്രക്ചർ ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എക്സാമിന് ചോദിക്കുകയാണെങ്കിലും ഈ ഒരു ബേസ് സ്ട്രക്ചർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാമ്പിൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ പറയുന്ന ബോക്സുകൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ദെൻ വേറൊരു എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ പറയുന്ന ഒരു ഫീഡ്ബാക്ക് ഉള്ള മോട്ടോർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ മെഷീൻസിൽ സെർവോ മോട്ടോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോറിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. സെർവോ മോട്ടോറും മറ്റു മോട്ടോറുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സെർവോ മോട്ടോറിന് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് തന്നെയാണോ മോട്ടോർ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കുകയാണ്. അപ്പം റിക്വയർമെന്റിനനുസരിച്ച് ആയില്ലെങ്കിൽ അവിടെ എറർ ഉണ്ടെങ്കിൽ ആ എററിനെ റെക്ടിഫൈ ചെയ്യുന്നത് വരെ ഈ ഫീഡ്ബാക്ക് എലമെന്റ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു എറർ ഫ്രീ ആയിട്ട് വർക്കിംഗ് അവിടെ നടക്കും. സോ സെർവോ മോട്ടോറിലുള്ള പ്രധാനപ്പെട്ട സിസ്റ്റംസ്, മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ റോട്ടറും സ്റ്റേറ്ററും ആണ്. ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ വരുന്ന ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ട്, റോട്ടർ വൈൻഡിങ്സ് ഉണ്ട്, സർക്യൂട്ട്, പവർ ട്രാൻസ്മിഷൻ സർക്യൂട്ടുകളുണ്ട്. ദെൻ അതിൽ വരുന്ന ഇലക്ട്രോണിക് കമ്പണൻസിൽ വരുന്നത് സെൻസേഴ്സ് എന്ന് പറയുന്നത് പ്യൂർലി ഇലക്ട്രോണിക്സ് അല്ല, മെക്കാനിക്കലും കൺട്രോൾ സിസ്റ്റവും കൂടുമ്പോഴാണ് സെൻസർ ഉണ്ടാകുന്നത്. പിന്നെ കുറെ ഇലക്ട്രോണിക് കൺട്രോളേഴ്സ് ഉണ്ട്, കുറെ ചിപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ഒരു സെർവോ മോട്ടോർ ഉണ്ടാകുന്നത്. അങ്ങനെ കുറെ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് കൂടി ചേർന്നിട്ട് ഉണ്ടായേക്കുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേറൊരു സാധനമാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ ക്യാമറ, ATM മെഷീന്, വാഷിംഗ് മെഷീന്, മൈക്രോവേവ് ഓവൻ, CNC മെഷീൻസ്, റോബോട്ട്സ്, ഞാനിപ്പോ പറഞ്ഞ എയർ കണ്ടീഷൻ സിസ്റ്റം, അതേപോലെ കുറെ ടോയ്സ്, നമ്മളിപ്പം അധികം കാണുന്ന ടോയ്സുകളൊക്കെ, അതിലൊക്കെ നിങ്ങൾ അതിന്റെ പാർട്സ് ഒക്കെ അഴിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സാധനങ്ങളും കാണും. അതിലത്തെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് കാണും, മെക്കാനിക്കൽ ആക്ച്വേറ്റിംഗ് ഡിവൈസുകൾ കാണും, അങ്ങനെയുള്ള കുറെ സാധനം. പിന്നെ നമ്മുടെ തയ്യൽ മെഷീൻ, ഇപ്പോൾ ഉള്ള പഴയ കാലത്തുള്ളതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പം ചെയ്യുന്ന കറണ്ടിൽ വർക്ക് ചെയ്യുന്ന സോയിങ് മെഷീനൊക്കെ ഒരു മെക്കാട്രോണിക് അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്ന എലമെന്റ് ആണ്. ദെൻ മെക്കാട്രോണിക്സ് മെഷർമെന്റ് സിസ്റ്റം, ഇത് വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ്. മെഷർമെന്റ് സിസ്റ്റം നമ്മളിപ്പം നിങ്ങൾ അടുത്ത സെമ്മിലാണോ ഈ സെമ്മിലാണോ എന്ന് അറിയില്ല, നിങ്ങളൊരു ലാബ് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബ് എന്ന് പറഞ്ഞിട്ട് കുറേ മെഷർമെന്റ് ഡിവൈസുകളെ പറ്റി ചെയ്യുന്ന ഒരു ലാബ് വരുന്നുണ്ട്. അപ്പോൾ മെഷറിംഗ് ഡിവൈസുകൾ ഇപ്പൊ പലതും മെക്കാട്രോണിക് അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്നതാണ്. അത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു സ്റ്റിമുലിയെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ ഇൻപുട്ടിനെ റിസീവ് ചെയ്യുകയും ആ ഇൻപുട്ടിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റി അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ യൂണിറ്റിൽ ഡിജിറ്റൽ സിഗ്നൽ ആയിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ബൈനറി കോഡുകളായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വെയിറ്റ് നോക്കുന്ന മെഷീൻ, പഴയ കാലത്ത് വെയിറ്റ് നോക്കുന്ന മെഷീനിൽ പിന്നെ കയറി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഡയല് വന്നിട്ട് നമ്മളുടെ വെയിറ്റിനനുസരിച്ച് നിൽക്കും. ഇപ്പൊ ഡിജിറ്റൽ ലോഡ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയി കഴിഞ്ഞാൽ
അവര് പഴയ ത്രാസൊക്കെ മാറി മറ്റേ തൂക്കക്കട്ടികളൊക്കെ മാറ്റി ഇപ്പൊ ഡിജിറ്റൽ വെയിങ് മെഷീനാണ്. അപ്പൊ സാധനം അതിലേക്ക് ഇടുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ വെയിറ്റ് നമുക്ക് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഇൻപുട്ട് ആയിട്ട് ഒരു മെറ്റീരിയൽ ഒരു ബോഡി അതിലേക്ക് ഇടുമ്പോൾ അതിന്റെ വെയിറ്റിന് കറസ്പോണ്ടിങ് ഡിജിറ്റൽ യൂണിറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മൾ ഈ മെറ്റീരിയൽ ഇപ്പൊ ഒരു കിലോ തക്കാളി വാങ്ങിക്കഴിഞ്ഞാൽ ആ തക്കാളി നമ്മൾ ആ വെയിങ് മെഷീനിലേക്ക് ഇടുമ്പോഴും നമുക്ക് കറസ്പോണ്ടിങ് വെയിറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നതിന്റെ ഇടയിൽ കുറെ സിഗ്നൽ കണ്ടീഷനിങ്ങും ഇന്റലിജൻസ് ആക്ടിവിറ്റീസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതേപോലെ റിയൽ ടൈം ഇന്റലിജൻസ് ഒക്കെ ആ മെഷീനിൽ സെറ്റ് ചെയ്ത പ്രോഗ്രാംഡ് ചിപ്പുകളാണ് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി അതും ഒരു മെക്കാട്രോണിക് അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് മെഷർമെന്റ് സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി ആഡ് ചെയ്തേ ഉള്ളൂ. ദെൻ കൺട്രോൾ സിസ്റ്റം നമ്മൾ നേരത്തെ ബേസ് ലെവലായിട്ട് പറഞ്ഞ മെക്കാനിക്കലി ഇലക്ട്രിക്കലി കമ്പ്യൂട്ടർ ഇതൊക്കെ പറയുമ്പോൾ ആ സർക്കിളിൻ്റെ അകത്ത് വേറൊരു സാധനം ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് കൺട്രോൾ സിസ്റ്റം. വാട്ട് ഈസ് കൺട്രോൾ സിസ്റ്റം? ഇറ്റ് ഈസ് ദ ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ദി കമ്പണൻസ്. രണ്ട് കമ്പണന്റുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ. അപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കമ്പണന്റിന് ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പൊ അടുത്ത ആൾ വർക്ക് ചെയ്യണമെങ്കിൽ ഇവരുടെ രണ്ടിന്റെയും ഇടയിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരാൾ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ഇന്റർ കണക്ഷൻ, രണ്ട് കമ്പണൻസിന്റെ ഇന്റർ കണക്ഷൻ മെത്തേഡിനെയാണ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് മുമ്പ് കേട്ടിട്ടുണ്ടാവണം. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും കേട്ടിട്ടുണ്ടോ? ഓപ്പൺ ലൂപ്പ് അല്ലെങ്കിൽ നോൺ ഫീഡ്ബാക്ക് സിസ്റ്റം, അതേപോലെ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടോ? ഉണ്ട്. എന്നാൽ നമുക്ക് ജസ്റ്റ് അതെന്താന്ന് പറയാം. ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കും, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ ഞാൻ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു റിക്വയർമെന്റ് ഉണ്ടാവും. ഞാൻ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഇത്ര ലെവലിൽ വർക്ക് ചെയ്യണം. അത് ഒരു എക്സാമ്പിൾ പറയാം. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ വീട്ടിൽ ഫാൻ ഇടുന്നുണ്ട്. ഫാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ഫാനിന്റെ ഡിമ്മർ ഉണ്ട് വീട്ടിൽ. ഡിമ്മർ എന്ന് പറഞ്ഞാൽ 5 സ്പീഡിൽ വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തിരിക്കുന്ന സാധനം. അപ്പൊ നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യുന്നത് ഇൻപുട്ട് ആയിട്ട് കറണ്ട് കൊടുത്തിട്ട് ഈ ഡിമ്മർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മള് മനസ്സിനകത്ത് ഇപ്പോൾ 5-ലാണ് ഞാൻ ഫാനിന്റെ ഡിമ്മർ ഇട്ടിട്ടുള്ളതെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ഒരു റിക്വയർമെന്റ് ഉണ്ട്, ഈ മോട്ടോർ ഫാനിന്റെ മോട്ടോർ കറങ്ങുന്ന സ്പീഡ് എത്ര ആയിരിക്കണം എന്നുള്ളത്. ബട്ട് ചില കേസിൽ ഞാനിപ്പോ 5-ലാണ് ഇട്ടതെങ്കിലും ഈ മോട്ടോർ കറങ്ങുന്നത് വളരെ ചെറിയ സ്പീഡിലായിരിക്കും. അപ്പം എന്റെ ഇൻപുട്ട് കൊടുക്കുമ്പം എന്റെ മനസ്സിനകത്തുള്ള റിക്വയർമെന്റിനനുസരിച്ചല്ല ഫാൻ ഇപ്പൊ കറങ്ങുന്നത് അല്ലെ മോട്ടോർ കറങ്ങുന്നത്. പക്ഷെ അത് എനിക്ക് ഇവിടെ താഴെ നിന്നുകൊണ്ട് തിരുത്താനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അല്ലെങ്കിൽ ആ ഒരു ഫീഡ്ബാക്ക് ഈ ഡിമ്മറിലേക്ക് പാസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സോ എലമെന്റ്സോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാനിന് ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്താ പറയാ, അത് ഡിമ്മറിൽ സെറ്റ് ചെയ്തതിനനുസരിച്ച് ഫാന് കറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള പരിപാടികളൊന്നും ഈ പറയുന്ന സർക്യൂട്ടിനകത്ത് ഇല്ല. നേരെ മറിച്ച് ഞാനിപ്പം നേരത്തെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ എയർ കണ്ടീഷൻ, എയർ കണ്ടീഷന്റെ കേസിൽ അതൊരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണ്. അത് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം. ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ തെറ്റിയിട്ടാണ് കേട്ടോ ഉള്ളത്. നോൺ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്നാണ് കാണുന്നുണ്ടാവുക, അത് തെറ്റിപ്പോയതാണ്, സോറി. ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ആണ്, ക്ലോസ്ഡ് ലൂപ്പ്. എടാ നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നില്ലേ? അതിൽ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്നാണ്, അത് തെറ്റിയതാണ്. നോൺ ഫീഡ്ബാക്ക് അല്ല, ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ എ സിയുടെ കേസിൽ ഞാൻ ഇൻപുട്ട് ആയിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ 18 എന്ന് സെറ്റ് ചെയ്യുമ്പോൾ എന്റെ റിക്വയർമെന്റ് എനിക്ക് അറിയാം 18 ആണ് എന്നുള്ളത്. ബട്ട് റൂം ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 26 or 27 ആണെങ്കിൽ ഇത് തെർമോകപ്പിൾ എന്ന് പറയുന്ന അതിനകത്തുള്ള സെൻസർ കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്യും റൂം ടെമ്പറേച്ചർ. എന്നിട്ട് ഈ 27 നിന്നും 18 എത്തുന്നവരെ അതിന്റെ എറർ കുറച്ച് അത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ഫീഡ്ബാക്ക് കൃത്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മൊമെന്റിലും റൂമിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് ഫീഡ്ബാക്ക് എടുത്ത് റൂം ടെമ്പറേച്ചർ 18 എത്തുന്നത് വരെ എറർ കുറച്ചു കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പം എന്റെ റിക്വയർമെന്റിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കുന്ന സിസ്റ്റം, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അപ്പൊ അതിനൊരു ഫീഡ്ബാക്ക് എലമെന്റ് ഉണ്ടാകും. നേരത്തെ സിസ്റ്റത്തിൽ നിന്നും ഇതിനുള്ള മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനമില്ല. ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, എന്തോ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ബട്ട് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആകുമ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നു, ബട്ട് നമ്മൾ എന്താണോ റിക്വയർമെന്റ് ആയിട്ട് സെറ്റ് ചെയ്തത് അതേ റിക്വയർമെന്റിലേക്ക് തന്നെ ഔട്ട്പുട്ടിനെ എത്തിച്ചുകൊണ്ടേയിരിക്കും. അത് ഓരോ മൊമെന്റിലും ഔട്ട്പുട്ട് മെഷർ ചെയ്യും, ഇൻപുട്ടുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് ആ ഒരു എറർ ഡിറ്റക്ട് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്ത് എറർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പം ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഉണ്ടാവും എന്നുള്ള. ഫീഡ്ബാക്കിനനുസരിച്ച് എറർ ഉണ്ടാവില്ല, എറർ കുറച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് കൺട്രോൾ സിസ്റ്റം. സോ 2 പ്രധാനപ്പെട്ട കൺട്രോൾ സിസ്റ്റവും നമ്മൾ പറഞ്ഞു, ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആൻഡ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ദെൻ ഡെവലപ്മെന്റ് ഓഫ് മെക്കാട്രോണിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ വേറൊരു ലെവലാണ്. ഫസ്റ്റ് ലെവൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ
ആദ്യകാലത്ത് മെക്കാട്രോണിക്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്നുള്ളത്. ഫസ്റ്റ് ലെവലിനകത്ത് പിന്നെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളും ഇൻഡിവിജ്വൽ ആയിട്ടാണ് ആ കാലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് ആക്ടിവിറ്റി നടത്താൻ തുടങ്ങിയപ്പോൾ സെക്കൻഡ് ലെവൽ ഡെവലപ്മെന്റ് ഉണ്ടായി. ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഓപ്റ്റോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒപ്റ്റിക്സും ഇലക്ട്രോണിക്സും രണ്ട് ഡിഫറെന്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ കൂടി ചേർന്നപ്പോൾ ഓപ്റ്റോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. ദെൻ തേർഡ് ലെവൽ ആകുമ്പോഴേക്കും കമ്പ്യൂട്ടർ ഇന്റലിജൻസും കൂടി കൂടുതലും കമ്പ്യൂട്ടർ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പൊ അതൊരു ഡെവലപ്മെന്റ് സ്റ്റേജ് പറഞ്ഞു എന്നേ ഉള്ളൂ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെക്കാട്രോണിക്സ്? ഇമ്പോർട്ടന്റ് ആണ് ഒബ്ജക്റ്റീവ്സ്. ഈ മൂന്നെണ്ണം മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു അതൊക്കെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാം. ഒന്ന്, പ്രൊഡക്ട്സും പ്രോസസ്സും, അതായത് ഓരോ ആക്ടിവിറ്റി ഒരു മെഷീനിന്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യുക, അതിന്റെയൊക്കെ മെത്തേഡ് ഇംപ്രൂവ് ചെയ്യുക, അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ, അതുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുടെ അറ്റ്മോസ്ഫിയർ, മെഷീന്റെ കണ്ടീഷൻസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെക്കാട്രോണിക് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്. അതേപോലെ മെക്കാട്രോണിക് അപ്രോച്ച് വന്നതോടുകൂടി പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. അതേപോലെ ടെക്നോളജി അപ്ഡേഷൻസ് വരുന്നതിനനുസരിച്ച് അതിനെയൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. ദെൻ അഡ്വാൻറ്റേജ്, വെരി ഈസി ടു ഡിസൈൻ പ്രോസസ് ആൻഡ് പ്രൊഡക്ട്സ്. ദെൻ ഹെൽപ്സ് ഇൻ ഒപ്റ്റിമൈസിങ് പെർഫോമൻസ് ആൻഡ് ക്വാളിറ്റി. അത് പല ബ്രാഞ്ചുകളും കൂടി ചേരുമ്പം എല്ലാവരും കൂടി ചേർന്നതിന്റെ അഡ്വാൻറ്റേജസ് മെക്കാട്രോണിക് അപ്രോച്ച് കൊണ്ട് ലോകത്തിന് കിട്ടാൻ തുടങ്ങി. ദെൻ പ്രധാനപ്പെട്ട ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ചുകളെ പറ്റിയൊക്കെ നല്ല നോളജ്, തറവ് നോളജ് ഉള്ളെങ്കിൽ മാത്രമേ മെക്കാട്രോണിക് അപ്രോച്ചിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പം മെക്കാനിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മെക്കാനിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇലക്ട്രോണിക് സൈഡിൽ സർക്യൂട്ട് ഡിസൈനും ഇലക്ട്രോണിക്സിലുള്ള മറ്റു കാര്യങ്ങളും വലിയ നോളജ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് മെക്കാട്രോണിക് അപ്രോച്ചിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഞാൻ അതിനെപ്പറ്റിയൊക്കെ നല്ല ബോധേഡ് ആണെങ്കിൽ എനിക്ക് മെക്കാട്രോണിക് അപ്രോച്ച് വളരെ എളുപ്പമാണ്. സോ ഡിഫറെന്റ് ഡിസിപ്ലിൻസിനെ പറ്റിയുള്ള കറക്റ്റ് തറവ് നോളജ് ഉണ്ടായിരിക്കണം. ദെൻ ഡിസൈൻ കനോട്ട് ബി ഫൈനലൈസ്ഡ് ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ് ആർ കോംപ്ലിക്കേറ്റഡ്. ഒരിക്കലും ഈ പറഞ്ഞു ടെക്നോളജി അപ്ഡേഷൻ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിസൈനിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ബ്രാഞ്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതോടുകൂടി ഡിസൈനിലും ഇതിന്റെ ഫീച്ചേഴ്സിലും ഇതിന്റെ സ്റ്റെപ്സിലും എല്ലാത്തിലും മാറ്റം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഫൈനലൈസ്ഡ് പ്രൊഡക്റ്റ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതേപോലെ സേഫ്റ്റി ഇഷ്യൂസ്, ഒരുപാട് ആൾക്കാർ കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും സേഫ്റ്റി ഇഷ്യൂസ് വലിയൊരു പ്രശ്നമാണ്. മെക്കാനിക്കൽ സൈഡിൽ വരുന്ന ഇഷ്യൂസിനെ പറ്റിയൊക്കെ എനിക്ക് നല്ല അറിവുണ്ടാവാം. പക്ഷെ ഇലക്ട്രോണിക്സും കൂടി എൻ്റെ കൂടെ ചേരുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന സേഫ്റ്റി ഇഷ്യൂസും കൂടി ഞാൻ കൺസിഡർ ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് ഡിസ്അഡ്വാൻറ്റേജും ആർക്കുണ്ട്? മെക്കാട്രോണിക്സിന് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിന് ഫസ്റ്റ് പാർട്ട്, ഇൻട്രൊഡക്ഷൻ ടു മെക്കാട്രോണിക്സ് ആൻഡ് ബേസിക് സ്ട്രക്ചർ ഓഫ് മെക്കാട്രോണിക്സ്. ബേസിക് സ്ട്രക്ചർ നമ്മൾ നേരത്തെ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. മെക്കാനിക്കൽ സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം, റിയൽ ടൈം ഇന്റർഫേസ് സിസ്റ്റം, കൺട്രോളിംഗ് സിസ്റ്റം ഒക്കെ വരുന്ന ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കുറെ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൺട്രോൾ സിസ്റ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. Then what are the objectives, advantages, disadvantages? Then what are the applications of mechatronics in nowadays? മെഡിക്കൽ ഫീൽഡിൽ, ഡിഫൻസ് ഫീൽഡിൽ, ഓട്ടോമോട്ടീവ് ഫീൽഡ്, മാനുഫാക്ചറിങ് ഫീൽഡ്, ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരുവിധ എല്ലാ സാധനങ്ങളും, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, ക്യാമറാസ്, സ്വിംഗ് മെഷീൻസ്, പിന്നെ സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇതൊക്കെ ഇലക്ട്രോണിക് ഹോം അപ്ലയൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ മെക്കാട്രോണിക് അപ്രോച്ച് ആണ്. മാനുഫാക്ചറിങ് മേഖലയിൽ വരുമ്പോൾ റോബോട്ടിക്സ് അല്ലെങ്കിൽ CNC ബേസ്ഡ് മെഷീൻസ് വരാൻ തുടങ്ങി. ഓട്ടോമോട്ടീവിലാകുമ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ നമുക്കറിയാം ABS, അതേപോലെ ക്രൂയിസ് കൺട്രോൾ, എയർ ബാഗ്, സ്പീഡോമീറ്റർ ഡിസ്പ്ലേ, ക്ലൈമറ്റ് കൺട്രോൾ, ഇതൊക്കെ നമുക്ക് വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് കാണാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളാണ്. ഇതൊക്കെ മെക്കാട്രോണിക് അപ്രോച്ച് ആണ്. അതേപോലെ നിങ്ങൾക്ക് എയർ ബാഗിന്റെ വർക്കിംഗ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വണ്ടി എവിടെയും കൊണ്ടുപോയിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എയർ ബാഗ് പുറത്തേക്ക് വരികയാണ്. അപ്പം ആ ഒരു കൊളീഷന്റെ ഇനേഷ്യ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ഇനേഷ്യ സെൻസർ നിങ്ങളുടെയൊക്കെ വണ്ടിക്കകത്തുണ്ട്, എയർ ബാഗുള്ള വണ്ടിക്കകത്തൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇനേഷ്യ സെൻസർ നമ്മൾ എവിടെയും പോയി നല്ല ഇതിൽ ഫോഴ്സിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഇനേഷ്യ സെൻസർ ആക്ടിവേറ്റ് ആവും. അതിനനുസരിച്ചിട്ട് എയർ ബാഗിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ എയർ ബാഗിനെ പുറത്തേക്ക് കൊളാപ്സ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ബേസ്റ്റ് ചെയ്യിക്കുന്ന ഒരു ആക്ച്വേറ്റിംഗ് ഡിവൈസ് ഉണ്ടാവും. ആ ഡിവൈസിലേക്ക് സിഗ്നൽ മൈക്രോ സെക്കൻഡ് കൊണ്ട് സിഗ്നൽ പോകുന്നു, അപ്പൊ തന്നെ എയർ ബാഗ് പുറത്ത് വരുന്നു. അപ്പൊ അവിടെയൊക്കെ സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും കുറെ കൺട്രോൾ യൂണിറ്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. സോ അതും ഒരു മെക്കാട്രോണിക് അപ്രോച്ച് ആണ്. ഡിഫൻസ് ഫീൽഡിൽ അണ്ടർ വാട്ടർ വെഹിക്കിൾസ്, ജെറ്റ് എൻജിൻസ്, അങ്ങനെയുള്ള എയർക്രാഫ്റ്റ് ഏരിയയിലുള്ള കുറെ ആപ്ലിക്കേഷൻസും മെക്കാട്രോണിക്സ് ആണ്.
ദെൻ മെഡിക്കൽ ഫീൽഡിൽ ഇംപ്ലാന്റ് ഡിവൈസസ്, അസിസ്റ്റഡ് സർജറി, പിന്നെ നമുക്കിപ്പോൾ അറിയാം ഒരുപാട് സർജറി. ഇപ്പം നമ്മുടെ എൻഡോസ്കോപ്പി എന്ന് പറയുന്ന പരിപാടി. എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ വയറിനകത്തേക്ക് ചെറിയൊരു നാരോ ട്യൂബ്, ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കടത്തിവിടാം. പക്ഷെ അതിനകത്ത് നിന്ന് നമുക്ക് എല്ലാ റിപ്പോർട്ട് വരെ കിട്ടുകയാണ്. അതിന്റെ ഇമേജ് മാത്രമല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടും ഈ ഒരു കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കണക്ട് ചെയ്ത് പോകുന്നത്. സോ പിന്നെ കുറെ മെക്കാട്രോണിക് അപ്രോച്ചിലുള്ള മെഡിക്കൽ സർജറി സിസ്റ്റംസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ ടു മെക്കാട്രോണിക്സിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് സെൻസേഴ്സ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഫുള്ള് ഡീൽ ചെയ്യാൻ പോകുന്നത് സെൻസേഴ്സുകളെ പറ്റിയാണ്. സെൻസേഴ്സിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഇന്ന് ഇത്രയും പോരെ? ഹലോ, മതി മതി. എടാ ഇന്ന് പറഞ്ഞ ക്ലിയർ ആയിരുന്നോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് മീറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് സെൻസേഴ്സിനെ പറ്റി പറയാം. സച്ചിൻ സുഷാറിന് ഇത് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും. ഒരു തവണ സച്ചിന് കഴിഞ്ഞ S7 ഉണ്ടായിരുന്നില്ലേ സച്ചിന്? ഹലോ, സച്ചിൻ പോയോ? ഓക്കേടാ, ഓക്കെ കമന്റ് കണ്ടു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം. ഇനി അങ്ങോട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോ സെൻസറുകളുടെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവർക്കും താങ്ക്സ്. വസീം അപ്പൊ ഇന്ന് ആബ്സെന്റ് ആണല്ലേ? വസീം വന്നിട്ടില്ലല്ലോ? ഓ അങ്ങനാ. ഓൺലൈൻ ക്ലാസ്സിലെങ്കിലും നേരത്തെ വാടാ. അപ്പോ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു. വിനീത് സാർ കണ്ടിന്യൂ ചെയ്തു.